പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നോമ്പിനെ പറ്റി ഒരു വിശദീകരണം പറയാറുണ്ട്. സ്നേഹത്തിൽ മുക്കി കാരുണ്യം വിളമ്പുന്നതാണ് നോമ്പെന്ന്. ഇത് യെശയ്യാ പ്രവചനം 58 അധ്യായത്തിൽ നിന്ന് വരുന്നതാണ്. അവിടെ പ്രവാചകൻ നോമ്പിനെ വിശദീകരിക്കുന്ന എങ്ങനെയാണ്? 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ രണ്ടല്ല, കുറേ കാര്യങ്ങളുണ്ട്. എടുത്തു പറയേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, വിശക്കുന്നവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുക. 2, നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുക. എന്തായി വിശക്കുന്നവർക്ക് നിന്റെ അപ്പം മുറുക്കി കൊടുക്കാൻ പ്രവാചകൻ പറഞ്ഞത്? നിന്റെ അപ്പം എന്ന് വെച്ചാൽ നിന്റെ ആവശ്യത്തിനായിട്ട് നീ വെച്ചിരിക്കുന്നതാണ്. അത് നാളത്തെ കരുതലിന് വെച്ചേക്കുന്നതല്ല, ഭാവിയിലേക്കുള്ളതല്ല. ഇപ്പോ ഈ നിമിഷത്തിൽ നിന്റെ ആവശ്യത്തിന് നീ വെച്ചിരിക്കുന്നതാണ് നിന്റെ അപ്പം. അത് ബാങ്കിൽ കിടക്കുന്ന പണമല്ല, നിന്റെ കയ്യിൽ ഇപ്പോഴത്തെ ഉപയോഗത്തിന് വെച്ചിരിക്കുന്നതാണ്. ആ നിന്റെ അപ്പം, ഇപ്പോഴത്തെ ആവശ്യത്തിന് നീ വെച്ചിരിക്കുന്നത്, അത് ഒരത്യാവശ്യക്കാരന് കൊടുക്കുമ്പോൾ അത് നോമ്പാകുന്നു. നിന്റെ ആവശ്യത്തിന് നീ വെച്ചിരിക്കുന്നത് അത്യാവശ്യക്കാരന് കൊടുക്കുമ്പോൾ അത് നോമ്പാണ്. നിന്റെ കാരുണ്യമുള്ള മനുഷ്യന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നാണത്. ഇനി നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുക. അതെങ്ങനെ അങ്ങനെ ചെയ്യുന്നത്? നിന്റെ സഹോദരൻ, നിന്റെ ചാർച്ചക്കാരൻ, നിന്റെ വേണ്ടപ്പെട്ടവൻ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുമ്പോൾ നിന്റെ അടുക്കൽ വന്നു. 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം നീ സഹായിച്ചു. 4ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ നീ ഭാര്യയോട് പറഞ്ഞ, ചേട്ടൻ വരുന്നുണ്ട്, ഞാനില്ല എന്ന് പറഞ്ഞേരാൻ. അങ്ങനെ നീ ചെയ്യരുത്. സഹോദരന്റെ മുമ്പിൽ നീ ഒളിച്ചിരിക്കരുത്. അവന്റെ ആവശ്യത്തിന് മുമ്പിൽ നീ മറഞ്ഞിരിക്കരുത്. ആ മറയാഞ്ഞിരിക്കാതിരിക്കുന്നത് കാരുണ്യമാണ്. യേശുവിനെ നോക്കുക. യേശു എപ്പോഴും ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഇതാണ്: സ്നേഹത്തിൽ മുക്കി കാരുണ്യം വിളമ്പുന്നു. അത് ആ പാപിനിയായ സ്ത്രീ വന്നപ്പോൾ നീ എന്തിനാണത് ചെയ്തത്? മോശമല്ലേ, തെറ്റല്ലേ, കുറ്റമല്ലേ, കുഴപ്പമല്ലേ? ഒന്നൊന്നും യേശുക്രിസ്തു ചോദിച്ചില്ല. എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല. നോക്കാ കാരുണ്യം നോക്ക്. സ്വന്തം അമ്മയ്ക്ക് പോലും അങ്ങനൊരു സാഹചര്യത്തിൽ പറയാൻ കഴിയാത്തൊരു വാക്കാണ് ഞാൻ നിന്നെ കുറ്റം പറയുന്നില്ല എന്ന് പറയുന്നത്. കുഷ്ഠരോഗി വന്നു, കാരുണ്യത്തോടെ യേശു സൗഖ്യമാക്കുന്നു. ചുങ്കക്കാരൻ വരുന്നു, കാരുണ്യത്തോടെ യേശു ക്രിസ്തു അവന്റെ വീട്ടിൽ പോകുന്നു. യേശുവിൻ്റെ അടുത്തെത്തിയിട്ട് യേശുവിൻ്റെ കാരുണ്യം ലഭിക്കാതെ പോയ പുറജാതികളോ യഹൂദന്മാരോ ആരും ലോകത്തിലില്ല. അപ്പോൾ നോമ്പെന്ന് പറയുന്നത് എന്താണ്? സ്നേഹത്തിൽ മുക്കി കാരുണ്യം വിളമ്പുന്നതാണ് നോമ്പ് എന്ന് പറയുന്നത്. യേശുക്രിസ്തു വിളമ്പിയ ഏറ്റവും വലിയ കാരുണ്യം എന്താണെന്നറിയാമോ? നിന്റെ അപ്പം നുറുക്കി കൊടുക്കാനാണല്ലോ പറഞ്ഞത്. യേശുക്രിസ്തു ഏതപ്പമാണ് നുറുക്കി കൊടുത്തത്? യേശുക്രിസ്തു നുറുക്കി കൊടുത്തത് തൻ്റെ ശരീരം എന്ന അപ്പമാണ്. തൻ്റെ സ്വന്തം ശരീരമാണ് വീതിച്ചു കൊടുത്തത്. തൻ്റെ സ്വന്തം ജീവനും ജീവിതവുമാണ്. അതാ നമ്മൾ പറയുന്നത് യേശുക്രിസ്തു കാരുണ്യമാണ് എന്ന്. യേശുക്രിസ്തു പഠിപ്പിച്ചു ദൈവ സ്നേഹമാണെന്ന്. യേശുക്രിസ്തു കാണിച്ചു തന്നു യേശുക്രിസ്തു കാരുണ്യമാണെന്ന്. അതുകൊണ്ട് നോമ്പെന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ മുക്കി കാരുണ്യം വിളമ്പുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി.